ജിഷ്ണുവിന് നീതി തേടി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഭീഷണി. നെഹ്റു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂർ കോളേജിലെ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്നാണ് ഭീഷണി. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ധനസഹായം ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നു. ലതീഷ്, ഒരുപക്ഷെ പീപ്പിൾ TV ഈ വാർത്ത പുറത്തെത്തിച്ച് സജീവമായപ്പോൾ തന്നെ കോയമ്പത്തൂരിലെ വിദ്യാർത്ഥികൾ ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിലേർപ്പെട്ടിരുന്നു. ഇവർക്കാണോ ഇപ്പോൾ ഭീഷണി നേരിട്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അൻഷാദ്, കഴിഞ്ഞ തിങ്കളാഴ്ച 9-ാം തീയതിയാണ് കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തിറങ്ങിയത്. പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത, കോളേജ് മാനേജ്മെന്റിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചായിരുന്നു വിദ്യാർത്ഥികൾ കോയമ്പത്തൂരിൽ ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങിയത്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത മലയാളി വിദ്യാർത്ഥികളായ ചില കുട്ടികൾക്കെതിരെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് നടപടികൾക്ക് ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. പൊങ്കൽ അവധി പ്രമാണിച്ച് ഈ ആഴ്ച കോളേജ് പ്രവർത്തിക്കുന്നില്ല. ചൊവ്വാഴ്ച ആരംഭിക്കേണ്ട അവധി തിങ്കളാഴ്ച സമരം പ്രഖ്യാപിച്ച ഉടൻ കോളേജിന് അവധി നൽകുകയായിരുന്നു മാനേജ്മെന്റ്. വരുന്ന തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായാണ് കോളേജ് തുറന്നു പ്രവർത്തിക്കേണ്ടത്. ആ സമയത്ത് കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത്രത്തോളം വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇത്തരത്തിൽ മാനേജ്മെന്റ് നടപടികൾക്ക് ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സമരത്തിൽ കേവലം ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം മാത്രമായിരുന്നില്ല. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ധനസഹായം നെഹ്റു ഗ്രൂപ്പിന്റെ മാനേജ്മെന്റ് ധനസഹായം നൽകണമെന്നും സഹോദരിയുടെ പഠന ചെലവ് മാനേജ്മെന്റ് ഏറ്റെടുക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം നമ്മൾ ഈ വാർത്ത കൊടുത്ത ഉടൻ തന്നെ അവിടെ നെഹ്റു ഗ്രൂപ്പിന്റെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇടിമുറിയുണ്ടെന്ന വെളിപ്പെടുത്തൽ പീപ്പിൾ TVയിലൂടെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ PET അധ്യാപകനായ സെന്തിൽ കുമാറാണ് കുട്ടികളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ലതീഷ്, നമ്മോടൊപ്പം നേരിട്ട് വിവരങ്ങൾ പറയാനായി കോയമ്പത്തൂരിലെ ഒരു വിദ്യാർത്ഥി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാമെങ്കിൽ? ഹലോ, കേൾക്കാമോ? അതായത് എന്തൊക്കെ രീതിയിലെ ഭീഷണിയാണ് കോയമ്പത്തൂരിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയത്. അന്ന് ഞങ്ങളുടെ ആവശ്യം ജിഷ്ണുവിന്റെ വീടിന് ധനസഹായം നൽകണമെന്നും പെങ്ങളുടെ തുടർ വിദ്യാഭ്യാസം നെഹ്റു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. പിന്നീട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റുഡന്റ് വിങ് രൂപീകരിക്കണമെന്ന്. അതിനെല്ലാം ശരി, ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം 2 ദിവസത്തിനകം മാനേജ്മെന്റുമായി നമുക്ക് ചർച്ച ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് മെസ്സേജ് വന്നു 18th വരെ കോളേജ് ഇല്ല, തുറക്കുന്ന ദിവസം എക്സാം ആയിരിക്കും. അപ്പോ അങ്ങനെ എക്സാം ആണെങ്കിൽ ഞങ്ങളുടെ പിന്നുള്ള സപ്പോർട്ട് കുറയുമെന്നും ഈ എക്സാം എഴുതാത്തവർക്ക് സെമസ്റ്റർ എക്സാം എഴുതാൻ സാധിക്കില്ല എന്ന് കോളേജിൽ നിന്ന് വിവരം ഉണ്ടായി. അപ്പൊ മുന്നിൽ നിന്ന് ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിന് നടപടി എടുക്കും എന്നാണ് മറ്റുള്ള കുട്ടികൾ കോളേജിൽ പോയപ്പോൾ അവിടുന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് നിങ്ങൾ സമരം ചെയ്തു ഒരു ആവശ്യത്തിന് വേണ്ടി എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ഭാവി വെച്ച് കളിക്കുന്ന ഭീഷണിയാണ് കോളേജ് അധികൃതർ നിങ്ങളോട് നടത്തിയത്, അല്ലേ? അതെ, 2013 സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ചില കുട്ടികളെ മാത്രമാണ് സമരം എന്ന രീതിയിലും ചട്ടലംഘനം എന്ന് പറഞ്ഞ നടപടിയെടുത്തത്. അല്ലാത്തവരെ മറ്റൊരു കേസിൽ, അതായത് റാഗിംഗ് എന്ന് പറഞ്ഞൊരു കേസിൽ പിടിച്ചതിന് ശേഷം കോളേജിൽ നിന്ന് സെന്തിൽ സാറ് മർദ്ദിച്ച് അതിനുശേഷം ചാവടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി വരെ മർദ്ദിക്കുകയും വീട്ടിൽ പോലും പറയാതെ, പിന്നീട് വീട്ടിൽ കുട്ടികളെ എത്താതിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ചാവടി പോലീസ് സ്റ്റേഷനിലാണ് ഇവരെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അവർ വീട്ടിൽ നിന്ന് ചാവടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് അന്ന് കുട്ടികളെ ഇറക്കി കൊണ്ടുവന്നത്. അതായത് 2013-ലോ? അതെ, 2013 എന്തായിരുന്നു വിഷയം? രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയെ HOD, അതായത് അവളുടെ BBA ഡിപ്പാർട്ട്മെന്റ് HOD ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവൾ ബസ്സിൽ നിന്ന് എടുത്ത് ചാടിയായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ധനസഹായം വേണമെന്ന് പറഞ്ഞിട്ടാണ്, 10 ലക്ഷം രൂപയുടെ ധനസഹായം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും അന്നും ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അന്നും ഇതുപോലെ ഭീഷണിയും നടപടികളും ഒക്കെ അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു, അല്ലേ? അന്ന് നടപടി എടുത്തിരുന്നു. നടപടി ഈ സമരം ചെയ്തതിന്റെ പേരിലല്ല, റാഗിംഗ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് നടപടി എടുത്തത്. അപ്പോൾ വളരെ വളരെ ശക്തമായ നടപടിയാണ് എടുത്തത്. അത്തരത്തിലൊരു ഭയം വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ മൂസിൻ ഇക്കാനെ വന്ന് കണ്ടത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോഴും
സമരം ചെയ്തവർക്കെതിരെ ഭീഷണിയാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ അതെ അതെ ഭയപ്പെടുന്നു ഈ നടപടി വരുമെന്ന്. അതെ അതെ അവർ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അവരിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നിലുള്ള എല്ലാവർക്കും, അതായത് ലീഡ് ചെയ്യുന്ന എല്ലാവർക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് കോളേജിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് സമരത്തിൽ പങ്കെടുക്കുകയും കോളേജിനെതിരെ പ്രതിഷേധം നടത്തുകയും ചെയ്ത വിദ്യാർത്ഥികളെ CCTV വഴി ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നീക്കം, അല്ലേ? അതെ അതെ, ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ 4000-ഓളം കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പ്രിൻസിപ്പൽ എന്ന് വാക്ക് തന്നത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരാൾക്കും ഒരു നടപടി ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു മീറ്റിംഗ് 2 ദിവസത്തിനകം സംഘടിപ്പിക്കാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഞങ്ങൾ അന്ന് എല്ലാവരും പിരിഞ്ഞുപോയത്. നിങ്ങളിപ്പോൾ വിദ്യാർത്ഥികൾ ഈ തരത്തിലൊരു വലിയ പേടി, വലിയ ഈ ഭീഷണിയുടെ പേടി നിങ്ങളുടെ ഭാവിയുടെ തുലാസ് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്കുണ്ട്, അല്ലേ? അതെ അതെ, അവര് ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ബ്ലോക്ക് ചെയ്യും, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ല, അതാണ് അവരുടെ ധൈര്യം. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ മുഹമ്മദ് മുഹസിൻ MLA കൂടി ചേരുകയാണ്. ശ്രീ മുഹസിൻ, അതായത് താങ്കൾ തന്നെ പീപ്പിൾ TVയിലൂടെ എത്തിപ്പറഞ്ഞതാണ്, ഞാൻ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ മുഖം മാറ്റി എത്തിയാൽ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും ഞാനും എൻ്റെ പ്രസ്ഥാനവും അല്ലെങ്കിൽ ഈ നാടും നൽകും എന്ന ഉറപ്പ് താങ്കൾ നൽകിയതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ചോദിക്കുന്നത്, കോയമ്പത്തൂരിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ വലിയ ഭീഷണി നേരിടുന്നു. ജിഷ്ണുവിന് വേണ്ടി ശബ്ദിച്ചു എന്നതിന്റെ പേരിൽ അവരുടെ ഭാവി വെച്ച് കളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. CCTV വഴി അവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. എന്ത് ചെയ്യാനാകും നമുക്ക്? തീർച്ചയായിട്ടും ആ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ആ കുട്ടികള് പിന്നെ വളരെയേറെ ഭയന്നിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ജിഷ്ണുവിന്റെ ഫാമിലിക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, അതുപോലെ സിസ്റ്ററുടെ വിദ്യാഭ്യാസം നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റെടുക്കണം, അതുപോലെ വളരെ ന്യായമായിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവരുടെ റെപ്രസെന്റേഷൻ കൊടുക്കണം. ഒരു സ്റ്റുഡന്റ് യൂണിയനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവര് അന്ന് സംഘടിച്ചത്. അന്ന് പറഞ്ഞ 2 ദിവസം കൊണ്ട് നമുക്ക് മീറ്റിംഗ് കൂടി തീരുമാനിക്കാമെന്ന് പ്രിൻസിപ്പൽ പറയുകയും അന്നേ ദിവസം വൈകുന്നേരം കോളേജ് അടച്ചിടുകയാണ് ചെയ്യുന്നത്. പൊങ്കലവധി കഴിഞ്ഞ് തിങ്കളാഴ്ച തുറക്കേണ്ടതാണ്. പക്ഷെ തിങ്കളാഴ്ച തുറക്കാതെ ബുധനാഴ്ച 17-ാം തീയതി റീഓപ്പൺ ചെയ്യുന്നത് പരീക്ഷാ ദിവസമാണ്. ഇവരുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ പെൺകുട്ടികൾ അടക്കമുള്ള കുട്ടികൾ പരീക്ഷ മുടക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ മുന്നിൽ നിന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പുറത്താക്കുകയോ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് മാത്രമല്ല, ഈ കുട്ടികളുടെ വാട്സപ്പ് അത് ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് പോലും ബാക്കപ്പ് ചെയ്തിട്ട് നോക്കുകയും അവരുടെ ഫേസ്ബുക്ക് മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് CCTVയിലെ ചിത്രങ്ങൾ അടക്കം എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പൊ അവര് ഭീഷണിപ്പെടുത്തുന്നത്. ഒന്നില്ലെങ്കിൽ ഈ കുട്ടികളെ പുറത്താക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തി വലിയ ഫൈൻ ഈടാക്കുക. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഗുരുതരമാണ്, ഗൗരവമാണ്. ഇത്രയേറെ പീഡനം നടത്തിയിട്ട് അവർ വീണ്ടും കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു, ഇത്രയേറെ പ്രതിഷേധമുണ്ടായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാകും മുഹസിൻ? ഇതില് ഒരു ചെറിയൊരു പ്രശ്നം നമുക്കുള്ളത് തമിഴ്നാട്ടിലാണ് ഇത് നടക്കുന്നത്, കേരളത്തിലല്ല. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അത്ര സ്ട്രോങ് അല്ല. അവിടെ ഗവൺമെന്റും പോലീസും വിദ്യാർത്ഥികളെ സംഘടിക്കുന്നത് പോലും അടിച്ചമർത്തുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. അവിടെ ശരിക്കും പറഞ്ഞാല് ഈ വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു ധൈര്യം വെച്ചിട്ടാണ്. വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ ഇവർക്ക് ബാക്കിങ് കൊടുക്കേണ്ടി വരും. വിദ്യാർത്ഥി മൂവ്മെന്റുകൾ ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഏത് രീതിയിലാണ് അവർ പ്രതികരിക്കുക എന്നുള്ളത്. ശരി, അത് ശരിയാണ്. താങ്കൾ പറഞ്ഞ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അനുവദിക്കപ്പെടുന്ന ചില സാധ്യതകൾ എന്നത് കേരളത്തിലെ കുട്ടികളാണ്, ഞങ്ങളുടെ കുട്ടികളാണ്. അത്തരത്തിൽ അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മാനസികവും ശാരീരികവുമായ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ, അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന നിലയിൽ ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ. അത് ഉപയോഗിക്കുമോ മുഹസിൻ? സർക്കാർ ഇടപെടണം. അത് മാത്രമല്ല, നെഹ്റു കോളേജിലെ ഭൂരിപക്ഷം വരുന്ന കുട്ടികളും മലയാളികളായിട്ടുള്ള കുട്ടികളാണ്. ആ കോളേജിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ, ഈ വാർത്ത കേൾക്കുന്ന, ഈ ചർച്ച കേൾക്കുന്ന രക്ഷിതാക്കൾ അടക്കമുള്ളവർ കുട്ടികൾക്ക് സപ്പോർട്ടുമായിട്ട് വരണം. കുട്ടികളെ പുറത്താക്കാൻ, ഏതെങ്കിലും അവിടുത്തെ കുട്ടികളെ പുറത്താക്കാൻ നോക്കിയാൽ അതിനെതിരായിട്ട് എല്ലാ കുട്ടികളെയും സംഘടിപ്പിക്കാൻ രക്ഷിതാക്കളും സഹായിക്കണം.
ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. അതിനുവേണ്ടി MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശ്രമിക്കാൻ പറ്റും. അവിടെ തമിഴ്നാട്ടിലുള്ള AISF-ഉം SFI പോലെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. അവിടുത്തെ പാർട്ടിയായിട്ട് ബന്ധപ്പെടാൻ കഴിയും. അത് മാത്രമല്ല, കേരളത്തില് ഉള്ള വിദ്യാർത്ഥികൾക്ക് എതിരായിട്ട് ഇവരൊരു ആക്ഷൻ എടുക്കുമ്പോൾ നെഹ്റു കോളേജ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നെഹ്റു കോളേജിന്റെ ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലാണെന്നുള്ളത് അതിന്റെ മാനേജ്മെന്റിന് മറക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ നെഹ്റു കോളേജിൽ ഒരു ക്യാമ്പസും തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. തീർച്ചയായും അത് തന്നെയാണ്. ഒരുപക്ഷെ മോഹസിൻ, ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധമായ ജനത, രക്ഷകർത്താക്കളൊക്കെ നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം നിൽക്കുന്നു. ഒപ്പം സർക്കാരാകട്ടെ വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നു. ഉടനെ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നു, സ്ഥിരം നോക്കാനുള്ള സംവിധാനം വരുന്നു, ഓംബുഡ്സ്മാനെ നിയമിക്കുന്നു. ഈ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ ചേർന്ന് ഏതെങ്കിലും അസോസിയേഷൻ നീങ്ങിയപ്പോൾ അവർക്കും ശക്തമായ താക്കീത് കൊടുക്കേണ്ട മാതൃകാപരമായ നടപടി ഇവിടുത്തെ സർക്കാർ ചെയ്തു. ഒരുപക്ഷെ അതുകൊണ്ട് ഇവിടെ ചെയ്യാനാകാത്തത് കേരളത്തിന് പുറത്ത് ചെയ്തു തീർക്കാം എന്ന വാശിയാണോ ഒരുപക്ഷെ നെഹ്റു മാനേജ്മെന്റ് എടുക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരെടുക്കുന്നത്. അവരുടെ ധൈര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടില് വിദ്യാർത്ഥി മൂവ്മെന്റിനെ അടിച്ചൊതുക്കിയത്. അതുകൊണ്ട് കൃത്യമായിട്ട് വിദ്യാർത്ഥി മൂവ്മെന്റുകൾ അടിച്ചൊടുക്കാൻ അവിടുത്തെ സർക്കാരുകൾ ശ്രമിക്കാറുണ്ട്. പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും അവിടെ ശക്തമല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇതാണ് അവരുടെ ധൈര്യം. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, നെഹ്റു കോളേജിന്റെ ബാക്കി സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലാണ് എന്നത് അവർ മറക്കാൻ കഴിയില്ല. അതായത് മുഹസിൻ, അതായത് ഇതിനകത്ത് നമുക്ക് വലിയ ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് വിദ്യാഭ്യാസത്തെ, അക്ഷരത്തെ ഇവർ വെച്ചിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ്. ആ കച്ചവടത്തിനെതിരായി വരുന്ന എല്ലാവിധ ജനകീയ സംരംഭങ്ങളെയും കൊഞ്ഞണം കുത്തുന്ന രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിനോ ഒരു ജനാധിപത്യ സമൂഹത്തിനോ അംഗീകരിക്കാനാകില്ല, വിശിഷ്യ കേരളത്തിന്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കുട്ടികൾ ഇത്തരത്തിൽ പുറത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ പേരിൽ, അതും ജിഷ്ണുവിന് വേണ്ടി അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയാണ്. നോക്കൂ, 2013 ഇതേ പീഡനത്തിന്റെ ഫലമായി ഒരു പെൺകുട്ടി ചാടി മരിച്ചു. ഈ പീഡനത്തിന്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ കോളേജിന്റെ. അന്ന് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് പോയ നമ്മുടെ വിദ്യാർത്ഥികൾക്കെതിരെ അവർ നടപടിയെടുത്തു. ഒരുപക്ഷെ അത് തന്നെയാണ് വീണ്ടും ഇവർ ആവർത്തിക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാനാകും? ആ വിദ്യാർത്ഥി രേഷ്മ എന്ന് പറയുന്ന കുട്ടിയെ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ സമരം ചെയ്ത പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ പുറത്താക്കുകയും അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അതിലുള്ള മറ്റു കുട്ടികളെ ക്യാമ്പസിനകത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസും ഈ പറഞ്ഞ അവിടുത്തെ PT അധ്യാപകനായിട്ടുള്ള സെന്തിലടക്കമുള്ളവർ സ്റ്റേഷനിൽ വെച്ച് കുട്ടികളെ വീട്ടിലും കൂടെ പറയാതെ ക്രൂരമായി പീഡിപ്പിച്ചു. ഇത്തരത്തിലാണ് അവര് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫീസ്, ഇപ്പോ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫീസ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് അഡ്മിഷന്റെ സമയത്ത്. എന്നിട്ട് ഓരോ വർഷവും അവര് തോന്നിയ രീതിയിലാണ് ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷന്റെ ഫീ. ഏതൊരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ID കാർഡ് പിടിച്ചു വെക്കും. എന്നിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ഫൈൻ ഈടാക്കും. ഏറ്റവും ചുരുങ്ങിയ ഫൈൻ 5000 രൂപയാണ്. അങ്ങനെ ഉയർന്ന ഫൈനുകൾ കൊടുക്കുക. പിന്നെ അവസാനം ഈ PT അധ്യാപകന്റെ മുറിയിൽ പോയി അവിടെ ക്രൂരമായി മർദ്ദനമേൽക്കുക. ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഒരു വിദ്യാർത്ഥി അകത്തേക്ക് ക്യാമ്പസിലേക്ക് കയറുമ്പോ ആദ്യം ഒരു ചെക്കിംഗ് ഉണ്ട്, പിന്നെ 2, 3 സ്ഥലത്ത് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ ID കാർഡ് വേണം. സോക്സിന്റെ കളർ മാറിപ്പോയാൽ ഫൈനാണ് 5000 രൂപ. ഏതെങ്കിലും തരത്തിൽ യൂണിഫോം ഇടാതെ വന്നിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ കാശ് മുടക്കി കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളെ കാണുന്നത്. അത് കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ ഉള്ളതിനേക്കാളും 100 മടങ്ങ് അപ്പുറത്താണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെയുള്ള ക്യാമ്പസുകൾ. അല്ല, ഇത് ഈ ജിഷ്ണുവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവത്തോടെ കാണണം. അതായത് കോളേജ് മാനേജ്മെന്റുകൾ നടത്തുന്നത്
അരുംകൊലയ്ക്ക് സമാനമായ ഒരു വിദ്യാഭ്യാസ സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരശൂന്യമായ രീതിയാണെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ സമൂഹം മുഴുവൻ, അടുത്ത തലമുറ മുഴുവൻ ഈ വിദ്യാഭ്യാസ സമ്മർദ്ദത്തിൽ എരിഞ്ഞടങ്ങും. ഇതിൻ്റെ നേട്ടം ചില മുതലാളിമാർക്ക് മാത്രമുണ്ടാകും. ഈ വലിയ ദുഷ്ചിന്തകൾക്കെതിരെയുള്ള സമരത്തെ മുളയിലേ നുള്ളാനാകും. ഈ കോയമ്പത്തൂരിൻ്റെ ഈ നടപടിയിൽ വിദ്യാർത്ഥികൾക്ക് ധൈര്യം പകർന്നില്ലെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് നൽകിയില്ലെങ്കിൽ, നിയമപരവും ശാരീരികവുമായ പരിരക്ഷ നൽകിയില്ലെങ്കിൽ ഈ സംരംഭം മുഴുവൻ പൊളിഞ്ഞു പോകും. ഒരുപക്ഷെ മുഹസിൻ, അങ്ങനെ ഒരു ഗൗരവമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ഈ കുട്ടികളുമായി പെടുത്തിയിട്ട് പനീർശെൽവത്തെയും ശശികലയും അടക്കമുള്ള അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെ ഇടപെടണം, അവരുടെ മുഖ്യമന്ത്രിയെ ഇടപെടണം. ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കില്ലേ മുഹസിൻ? തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വരുന്നൊരു തലമുറ സ്വന്തം മുഖം തുറന്നു വെച്ചുകൊണ്ട് സ്വന്തമായി ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു തലമുറയല്ലാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിലൂടെ വരുന്നത്. രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത്, കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് രക്ഷിതാക്കളോട് പറയുമ്പോ, കുടുംബത്തിൽ പറയുമ്പോ, അല്ലെങ്കിൽ പുറത്ത് പറയുമ്പോ നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പുറത്തു വയ്ക്കുന്നവരെ പുറത്താക്കിക്കോട്ടെ, നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട എന്ന് പറയുന്ന രക്ഷിതാക്കളോട് പറയാനുമുണ്ട് കാര്യങ്ങൾ. കാരണം നമ്മുടെ കുട്ടികൾ ധൈര്യമില്ലാത്ത, സ്വന്തം കാര്യങ്ങൾ പറയാൻ പറ്റാത്ത, പ്രതികരിക്കാൻ കഴിയാത്ത കുട്ടികളായിട്ടാണോ നമ്മുടെ കുട്ടികൾ വളരേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് കാതലായ ചോദ്യം. മുഹമ്മദ് മുഹസിൻ പറയുകയാണ്, വിദ്യാർത്ഥികൾക്ക് കോയമ്പത്തൂരിൽ ഇത്തരത്തിൽ ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ സർക്കാർ തലത്തിൽ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കും, ഒപ്പം രാഷ്ട്രീയമായി കൂടി അവിടുത്തെ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ചെയ്യും എന്ന ഉറപ്പുകൂടി മുഹസിൻ ഈ ഘട്ടത്തിൽ നമ്മളോട് കൈമാറുകയാണ്. ജിഷ്ണുവിന് നീതി സമരം ചെയ്ത കോയമ്പത്തൂരിലെ വിദ്യാർത്ഥികളോട് നെഹ്റു മാനേജ്മെന്റിന്റെ ഭീഷണി. ചർച്ചയിൽ പങ്കെടുത്ത മുഹസിന് വളരെ നന്ദി. വാർത്തയുടെ വിവരങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് നൽകിയത്.